അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുട്ടികളുടെ പാൽപ്പല്ലുകൾ അടക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അടക്കേണ്ടതുണ്ട്. കാരണം പാൽപ്പല്ലുകൾ ഏകദേശം 12 വയസ്സ് ആ ഒരു സമയത്താണ് പുറകിലുള്ള അണപ്പല്ലുകളായിട്ടുള്ള പാൽപ്പല്ലുകൾ കൊഴിഞ്ഞു പോവുക. അപ്പോൾ അത്രയും നാൾ വായിൽ നിലനിൽക്കേണ്ട പല്ലുകളാണ്. അവർക്ക് ചവച്ചരക്കാൻ സഹായിക്കുന്ന ആ പല്ലുകൾ ഒരു 3 വയസ്സ് 4 വയസ്സ് സമയത്ത് കേട് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു പോകാനുള്ള പല്ലുകളല്ലേ, അത് നന്നാക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് കരുതുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, മിക്കവാറും പല്ല് വേദന വരുന്ന രാത്രി കാലഘട്ടങ്ങളിലായിരിക്കും. ഈ കുട്ടി വേദന വന്ന് കരഞ്ഞ് ആ കുട്ടിയുടെ കരച്ചിൽ അവരനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ട്, അതിന്റെ കൂടെ വീട്ടുകാരെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ഒരുപക്ഷെ രാത്രി ക്ലിനിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഈ കുട്ടി രാത്രി മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ, വീട്ടുകാരുടെ ഉറക്കം പോകുന്ന അവസ്ഥ, ഇത് ഒക്കെ ഒരു പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു മെഡിക്കൽ സംബന്ധമായിട്ടുള്ളതാണ്. പല്ലിന്റെ കേടും അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷനും ഇത് രക്തത്തിലൂടെ ഹൃദയത്തെ ബാധിക്കാനായിട്ടുള്ള ഒരു കാരണമായി മാറാറുണ്ട്. പലപ്പോഴും പല കുട്ടികളും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പല്ലിന്റെ കേടിൽ നിന്ന് വരുന്ന ബാക്ടീരിയ അത് രക്തത്തിലൂടെ ചെന്ന് ഹൃദയത്തെ ബാധിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരാതിരിക്കാനായിട്ടെങ്കിലും ചെറിയ കേട് വരുന്ന സമയത്ത് അല്ലെങ്കിൽ എല്ലാ 6 മാസവും കുട്ടികളെ ക്ലിനിക്കിൽ കൊണ്ടുചെന്ന് എന്തെങ്കിലും കേടുപാടുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടോ എന്ന് നോക്കി അത് അടച്ചു കൊടുക്കുക. അല്ലെങ്കിൽ കേട് വരാതിരിക്കാനുള്ള പിറ്റ് ആൻഡ് ഫിഷർ സീലിന്റോ ഫ്ലൂറൈഡ് തെറാപ്പി അങ്ങനെ എന്തെങ്കിലും ചെയ്തു വെക്കുക. നമ്മുടെ കയ്യിലാണ് ഒരു പക്ഷെ പഴുപ്പുള്ളതെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് വെച്ചുകൊണ്ടിരിക്കില്ല, കാരണം നമ്മളത് കാണുന്നതുകൊണ്ട്. പക്ഷെ വായിൽ കേടുവന്ന് വായുടെ അകത്താണ് പഴുപ്പെങ്കിൽ പലപ്പോഴും ഇത് കാണിക്കാതിരിക്കുന്ന അവസ്ഥകൾ കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. കുട്ടികളുടെ പല്ലുകൾ നന്നായിട്ട് നോക്കാൻ പാരൻസ് ശ്രദ്ധിക്കുക.